വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മായ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു ചാറ് കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയൊരു കറി കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ നമ്മുടെ കുമ്പളങ്ങ ചാറ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കുമ്പളങ്ങ തൈര് ചാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 300 ഗ്രാം കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, സ്വല്പം വേപ്പില, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഇടണം. അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കീറിയിടാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് വേകാനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേകാൻ വേണ്ടി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മിക്സിയിൽ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2 ഉള്ളി, ഒരു 3 വെളുത്തുള്ളി, ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഫസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് കട്ട തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ദാ നമ്മളുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയം അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്കൊരു സ്വല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു ചെറിയൊരു തിള വരണം. തിള വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ദാ ഇവിടെ നമ്മളുടെ തൈര് ചാറ്, കുമ്പളങ്ങ ഇട്ട് വെച്ച തൈര് ചാറ് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവയുണ്ട്, അതിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കണം. അപ്പോൾ അത് പൊട്ടി വരുന്നുണ്ട്. നന്നായിട്ട് പൊട്ടിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2-3-4 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഒരു 2-3 വറ്റൽമുളക് കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് വേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി.
നമ്മുടെ കറി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി നല്ല മഞ്ഞ കളറാണ്, ചെറിയൊരു നിറവ്യത്യാസം വരാനാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതിട്ടാൽ മതി. ഇതിടുമ്പോൾ ഒരു പ്രത്യേക കളർ കൂടി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വന്നോളും. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളുടെ തൈരിട്ട് വെച്ച കുമ്പളങ്ങ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാറാണിത്. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.